الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ്, ഒരു ജുമായിലുമാണ് നമ്മളുള്ളത്. അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത് ദുൽഹജ്ജ് 1 മുതൽ 9 വരെയുള്ള, അല്ലെങ്കിൽ ദുൽഹജ്ജ് 10 വരെയുള്ള ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ ദിവസത്തിലെ വെള്ളിയാഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ആ ദിവസങ്ങൾ. ഇപ്രാവശ്യം നമുക്ക് ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ 2 വെള്ളിയാഴ്ചകൾ ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ, പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകല് ദുൽഹജ്ജ് 9 അറഫ ദിവസത്തിലെ പകലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യൗതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്ന ദിവസം അറഫ പോലെ മറ്റൊരു ദിവസം ഇല്ല. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മലായിക്കത്തുകളോട് പറയും, അൻ ഇബ്നു റളിയല്ലാഹു അൻഹു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല യുബാഹി മലായികതഹു അശിയത്തുൽ അറഫ ബിഅഹ്ലി അറഫ യഖൂലു ഉൻദുറു ഇലാ ഇബാദി തൂനി ഷാത്തന അറഫ ഉബ്ര. പൊടിപുരണ്ട് ജടപിടിച്ച് എൻ്റെ അടിമകൾ അറഫയിലെത്തിയത് നിങ്ങൾ നോക്കുവിൻ, കണ്ടോളിൻ എന്ന മലായിക്കത്തുകളോട് അല്ലാഹു തആല പറയുന്ന ദിവസമാണ്. ഖൈറു ദുആഉ യൗം അറഫ. അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന.
ഇങ്ങനെ അറഫയെ സംബന്ധിച്ച് ഒരുപാട് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അറഫാത്ത് എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പല തിരിച്ചറിവുകളും നൽകുന്ന ഒരു ദിവസമാണ് ഈ ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന അടിമകളുടെ പ്രാർത്ഥനകളേറെ സ്വീകരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ദിവസം. ദുൽഹജ്ജ് 9 അറഫ. ചെറിയ വിശ്വാസികൾ നമ്മുടെ ഇടയിൽ കിടന്ന് കളിക്കാറുണ്ട്, അത് ഇന്നലെയാണോ അറഫ ഇന്നാണോ, അങ്ങനെയൊന്നുമില്ല. ദുൽഹജ്ജ് 9 എപ്പോഴും മാർക്ക് കിട്ടുന്നു, അന്നാണ് അറഫ. മക്കയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നോമ്പ് നോക്കാനോ പെരുന്നാൾ ആഘോഷിക്കാനോ ദിവസങ്ങൾ തീരുമാനിക്കാനോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ ഒരു പ്രാമാണിക പണ്ഡിതനും അങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. ഈ അറഫ ദിവസത്തിൽ തന്നെ മക്കയിൽ അറഫ നടക്കുമ്പോൾ തന്നെ എല്ലാവരും നോമ്പ് നോക്കണോ എന്നതിനെ സംബന്ധിച്ച് മക്കയിലെ തന്നെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഇബ്നു ബാസ് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഫത്വ കാണാം. അത് ഇസ്ലാമിന് അങ്ങനെ ഒരു രീതിയില്ല. നിങ്ങൾ മാസം കാണുക, അതിനനുസരിച്ച് ദിവസങ്ങൾ കണക്കാക്കുക. കാരണം ഭൂമി കറങ്ങുന്ന ഒന്നാണ്, അതിന് നിർണിതമായൊരു ദിവസമോ മിക്കത്തോ ഇല്ല. അപ്പം അറഫ സമയം ആരംഭിച്ച് അവസാനിക്കുന്നത് വരെ അല്ല നമ്മൾ നോമ്പ് നോക്കുന്നത്, രാവിലെ മുതൽ നോമ്പ് നോക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നേരത്തെ രാത്രിയാണ്, രാത്രി നോമ്പ് നോക്കാൻ കഴിയില്ല. അപ്പം ആ വിശ്വാസ് ഈ അടുത്തിടെ ചില യുക്തി ഇസ്ലാമിൻ്റെ ആളുകൾ ഉണ്ടാക്കിയതാണ്. അത് മാറ്റിവെച്ചിട്ട് ഇന്നാണ് നമ്മുടെ അറഫ ദിവസം, അതെന്നാണ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് തന്നെ മനസ്സിലാക്കി അതിനെ പ്രാധാന്യപൂർവ്വം നോമ്പെടുക്കാനും പ്രാർത്ഥനകളിൽ ഏർപ്പെടാനും നമുക്ക് സാധിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അന്ന റജുലൻ മിൻ യഹൂദ്, യഹൂദികളിൽപ്പെട്ട ഒരാൾ ഖാല ലഹു അമീറുൽ മുഅ്മിനീൻ, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ല അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖ്റഊനഹാ ലൗ അലൈനാ മുഅ്ശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലിക്കൽ യൗമ ഖീദ. നിങ്ങളുടെ വേദഗ്രന്ഥത്തിലെ ഒരായത്തുണ്ട്, ആ ആയത്തെങ്ങാനും ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നതെങ്കിൽ ഞങ്ങൾ ആ ദിവസം പെരുന്നാൾ ആഘോഷിച്ചേനെ, ഒരു പെരുന്നാളാക്കി മാറ്റിയേനെ. ആ ദിവസം ആ ആയത്തിറങ്ങിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളൊരു പെരുന്നാൾ ഉണ്ടാക്കിയേനെ. അപ്പോൾ ഖാല ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അയ്യോ ആയ, ഏതാണ് ആയത്ത്? അപ്പോൾ യഹൂദൻ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടേകിയിരിക്കുന്നു എന്ന ആയത്താണ്. ഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ഉമർ ഖദ് അറഫ്നാ ദാലിക്കൽ യൗം വൽ മക്കാൻ അല്ലദീ നസലത് ഫീഹി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ആ ആയത്തിറങ്ങിയ സമയം, സ്ഥലം ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. എപ്പോഴാണ് ആ ആയത്തിറങ്ങിയത്, ഏത് സമയത്താണ് ആയത്തിറങ്ങിയത്, ഏത് ദിവസമാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് ഇറങ്ങിയത് എന്നെനിക്കറിയാം. വഹുവ ഖായിമുൻ ബി അർഫത്തി യൗമ ജുമുഅ. അറഫ ദിവസം, വെള്ളിയാഴ്ച അറഫ ദിവസം, വെള്ളിയാഴ്ചയായിരുന്നു അന്നത്തെ അറഫ. ആ ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അറഫയിൽ നിൽക്കുമ്പോഴാണ് ആയത്തിറങ്ങിയത്. അഥവാ നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ നിയമങ്ങൾ ഇതാ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. ഈ ആയത്തിന് ശേഷം പിന്നീട് 1-2 ആയത്തുകൾ ഇറങ്ങിയെന്ന അഭിപ്രായമുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന അൽബഖറയിലെ ആയത്താണ് അവസാനം ഇറങ്ങിയ ആയത്ത്. പക്ഷേ ഈ ആയത്തിന് ശേഷം പിന്നെ വിധിവിലക്കുകളൊന്നും ഇറങ്ങിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ പൂർത്തീകരിച്ചിറക്കിയത് അറഫ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അറഫയിൽ നിൽക്കുമ്പോൾ, വെള്ളിയാഴ്ച ദിവസമായിരുന്നു അന്ന് അറഫ, അന്നായിരുന്നു ഈ ആയത്തിറങ്ങിയത് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില രാത്രികളെ, പകലുകളെ, ദിവസങ്ങളെ ശ്രേഷ്ഠമാക്കിയതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് അറഫ ദിവസം. ഹജ്ജിലെ ഏറ്റവും സുപ്രധാനമായ റുക്ന് എന്ന് പറയുന്നത് അറഫയിൽ ഉണ്ടാവുക എന്നതാണ്, അറഫയിൽ നിൽക്കുക എന്നുള്ളതാണ്.
അറഫ നഷ്ടപ്പെട്ട ഒരാൾക്ക് ഹജ്ജില്ല. കാരണം അൽ ഹജ്ജു അറഫ, അറഫയാണ് ശരിക്ക് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഐസ്യുവിൽ കിടക്കുന്ന ആളുകളെ പോലും ഹജ്ജിൻ്റെ ദിവസം അറഫയിൽ കൊണ്ടുവരും. കാരണം അറഫ എന്ന് പറയുന്നത് ശരിക്ക് വളരെ അതിലാണ് ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകൾ നടക്കുന്നത്. ശരിക്കും അറഫ എന്ന് പറയുന്നത് ഹറമിന് പുറത്താണ്, ഹറമിനുള്ളിലുള്ള സ്ഥലമല്ല. ഹറമിലാണ് ഹാജിമാരെല്ലാവരും ഉള്ളത്. ഹറമിലുള്ള ഹാജിമാരെ ഹജ്ജിൻ്റെ ഭാഗമായി ഹറമിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്ത് കൊണ്ടുവന്ന് അവരെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥനകളിൽ ഏർപ്പെടുകയും അവരോട് ചില സംഗതികൾ അള്ളാഹുമായി അടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അറഫ ദിവസം അറഫയിൽ ളുഹറും അസ്റും ജമ്മും കസറുമാക്കി നമസ്കരിക്കും. ഒരൊറ്റ നേരത്തെ നമസ്കാരമാണ്, അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടിയാണ് അവിടെ മസ്ജിദുൻ നമിറ എന്ന് പറയുന്ന പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. വേറൊരു സന്ദർഭത്തിൽ അവിടെ ആരും ചെല്ലുന്നില്ല. അവിടെ വെച്ച് ഖത്തീബ് ഖുത്ബ നിർവഹിക്കും. ഇന്നലെ 20 ലക്ഷം ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് അറഫ പ്രഭാഷണം നിർവഹിച്ചു. പക്ഷെ അത് ഇത്രയും അധികം ആളുകൾ നേരിട്ട് കേട്ടൊരു പ്രഭാഷണം, അല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ മറ്റു വഴികളിലൂടെ കേട്ടൊരു പ്രഭാഷണം ലോകത്തത് ചർച്ചയായോ എന്നുള്ളത് വേറെ വിഷയമാണ്. ശരിക്കും ചർച്ചയാകേണ്ടതാണ്. ലോകത്തിൻ്റെ സ്പന്ദനങ്ങളെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് നടത്തപ്പെടേണ്ട പ്രഭാഷണമായിരുന്നു അത്, ആകേണ്ടിയിരുന്നു അത്. അതങ്ങനെയാണോ എന്നത് വേറെ വിഷയമാണ്. പക്ഷെ ആദ്യമായി അറഫയിൽ പ്രഭാഷണം നിർവഹിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ദുൽഹജ്ജ് 9ാമത്തെ വർഷമാണ് ഹജ്ജ് ഹിജ്റ 9ാമത്തെ വർഷമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. ഹിജ്റ 10ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹജ്ജിനായിട്ട് പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടത് വലിയൊരു പുറപ്പെടലായിരുന്നു. ലക്ഷത്തിലേറെ ആളുകൾ അന്ന് ഹജ്ജിമാരായി വന്നിരുന്നു. പരമാവധി ആളുകളോടൊക്കെയും നബിയുടെ കൂടെ ഹജ്ജിന് വരാൻ വേണ്ടി പറഞ്ഞു. അന്ന് അക്കാലത്തെ ഏറ്റവും വലിയ ഹജ്ജ്, വളരെയേറെ ആളുകൾ ഹജ്ജിനിങ്ങനെ പരന്നൊഴുകുന്നത് പോലെയായിരുന്നു. അന്ന് 1 ലക്ഷത്തിൽ ചില്ലാനും ഹാജിമാർ റസൂലുള്ളാഹിയുടെ കൂടെ പോയി. എല്ലാവരോടും പരമാവധി ഹജ്ജിന് വരാൻ പറയാൻ കാരണം റസൂൽ ആദ്യമായി ജാഹിലിയ ഹജ്ജിൽ നിന്ന് വിട്ട് ഇസ്ലാമിൻ്റെ ഹജ്ജ് പഠിപ്പിക്കുകയാണ്. എന്നിൽ നിന്ന് ഇസ്ലാമിൻ്റെ മനാസിക്കുകൾ, നിങ്ങൾ ഹജ്ജിൻ്റെ ചടങ്ങുകൾ നിങ്ങൾ പഠിക്കുക. ഖുദൂ മിന്നി മനാസിക്കക്കും, ഇതിൻ്റെ മനാസിക്കുകൾ നിങ്ങൾ പഠിച്ചെടുക്കണമെന്ന് റസൂൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഹജ്ജ് എങ്ങനെയാണ് നിർവഹിക്കാമെന്ന് ഇസ്ലാമിക ലോകം പഠിച്ചറിയുന്നത്. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബത്തുൽ വിദായിൽ പ്രവാചകൻ്റെ വിടവാങ്ങൽ ഖുത്ബയിൽ നിർവഹിച്ചു. ആ ഹജ്ജിനെ റസൂൽ തൻ്റെ അവസാനത്തെ ഹജ്ജായി റസൂലിന് മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഹജ്ജുമായിരുന്നു. റസൂലുള്ളാഹിയുടെ അവസാനത്തെ ഹജ്ജായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ ഹ്രസ്വമായൊരു പ്രഭാഷണം നടത്തി. നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൽ താഴെ ഉള്ള പ്രഭാഷണമാണ് റസൂൽ നടത്തിയത്. പക്ഷെ ആ പ്രഭാഷണം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായി എക്കാലത്തും അനുസ്മരിക്കപ്പെടുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ മനുഷ്യരാരാണ്, മനുഷ്യകുലം എന്താകണം, എന്താണ് അടിസ്ഥാനമെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ വിശദീകരിച്ചു. അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട്, മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇസ്മഉ മിന്നി, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദി ആമി ഹദാ ഫീ മൗഖഫി ഹദാ, ഈ വർഷത്തിന് ശേഷം, ഈ സ്ഥലത്തിന് ശേഷം ഇനി ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ പ്രഭാഷണം ആരംഭിച്ചത്. ഞാൻ പറയുന്ന ആ പ്രസംഗം നമ്മൾ ഉൾക്കൊള്ളണം. വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യകുലത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പറഞ്ഞു വെച്ച വർത്തമാനങ്ങൾ നമ്മളും ലോകവും തിരിച്ചറിയണം. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ,
ഇന്ന ദിമാഅക്കും വ അംവാലുക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ രക്തവും നിങ്ങൾക്ക് പവിത്രമാണ്. ഏറ്റവും വളരെ ശക്തമായി അദ്ദേഹം പറഞ്ഞൊരു വസ്തുത അതായിരുന്നു. മനുഷ്യരുടെ ജീവൻ, അവരുടെ സമ്പത്ത് നിങ്ങൾക്ക് പവിത്രമാണ്. ആരും ഒരാളുടെയും ജീവൻ ഹനിക്കാൻ പാടില്ല. ആരും ആരുടെയും സമ്പത്തിനെ കവർന്നെടുക്കാൻ പാടില്ല. ഇത് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാണെങ്കിൽ അതുവരെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നെടുക്കുന്ന ഭരണാധികാരികളുടെ കൂട്ടത്തിൽ നിന്ന് മനുഷ്യരുടെ ജീവന് വില കൽപ്പിച്ച ഒരു പ്രവാചകന്റെ ശബ്ദമായിരുന്നു അറഫയിൽ അന്ന് ഉയർന്നു കേട്ടത്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതല അന്നാസ ജമിയാ. ഒരു മനുഷ്യൻ അന്യായമായി വധിക്കുന്നത് മുഴുവൻ മനുഷ്യകുലത്തെ വധിക്കുന്നതിനും തുല്യമാണെന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകൻ അന്ന് ലോകത്തോട് പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലുക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും യഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ നാടിൻ്റെ പവിത്രതയെപ്പോലെ, ഈ വർഷത്തിൻ്റെ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പവിത്രത പോലെ, ഈ നാടിൻ്റെ പവിത്രത പോലെ, ഈ വർഷത്തിൻ്റെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ മനുഷ്യരുടെ ജീവനും സമ്പത്തും നിങ്ങൾക്ക് പവിത്രമാണ് എന്നായിരുന്നു റസൂൽ പഠിപ്പിച്ചത്. ഏതാണ്ട് പിന്നീട് വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളൊക്കെ 1900-ന് ശേഷമാണ് ഉണ്ടാകുന്നത്. അന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്താൻ വേണ്ടി ജനീവ കരാർ മറ്റൊക്കെ ഉണ്ടാക്കുന്നത് പ്രവാചകന്റെ ഈ വാചകങ്ങൾ ചേർത്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വലിയ കാര്യം, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. ഇലാഹുക്കും വാഹിദ് അബാക്കും വാഹിദ്. നിങ്ങളുടെ പിതാവും ഏകനാണ്. അതുകൊണ്ട് ലാ ഫളല ലി അറബിയിൻ അലാ അജമിയിൻ വലാ ലി അജമിയിൻ അലാ അറബി വലാ ലി അബിയദ അലാ അസ്വദ വലാ ലി അസ്വദ അലാ അബിയദ്. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. 1400 വർഷം മുമ്പ് പ്രവാചകന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ഇന്നും പ്രസക്തമാണ് ഈ വാചകം. നമ്മൾ മനസ്സിലാക്കണം, ഏറെ പ്രസക്തമാണ്. പ്രവാചകൻ പറഞ്ഞത് അറബ് ദേശീയതയെ താഴെ നിർത്തിക്കൊണ്ട് ഖുറൈശ് തറവാട്ടിലെ മഹാന്മാരായ ആളുകളെ മുഴുവൻ തൻ്റെ താഴെ നിർത്തിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, മനുഷ്യരെല്ലാവരും ഒന്നാണ്. അവരുടെയൊക്കെ പിതാവ് ഏകനാണ്. അവരുടെ റബ്ബ് ഏകനായതുപോലെ അവർക്കിടയിൽ ഒരു ഉച്ചനീചത്വത്തിൻ്റെ അടിസ്ഥാനവും ഇല്ല. അതിനുമുമ്പ് അതുപോലെ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം വിരളമായിട്ടേ ലോകം കേട്ടിട്ടുള്ളൂ. പ്രവാചകൻ പറയുന്നു, നിങ്ങളിൽ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല. അന്ന് പ്രവാചകന്റെ ആ സംഘത്തിൽ മഹാഭൂരിപക്ഷവും അറബികളാണ്. അറബ് ദേശീയതയെ ഉത്തേജിപ്പിക്കുകയല്ല ചെയ്തത്, അറബ് ദേശീയതയുടെ തെറ്റായ വശത്തെ താഴ്ത്തിക്കൊണ്ട് മനുഷ്യരുടെ അവകാശത്തെയാണ് പ്രവാചകൻ ഉയർത്തിപ്പിടിച്ചത്. അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് അറബികളോടാണ് പ്രഖ്യാപിച്ചത്. അനറബിക്ക് അറബികളെക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു പ്രത്യേകതയുമില്ല. ഇന്ന് ലോകത്ത് നടക്കുന്നത് ഈ വംശീയതയാണ്, ഭീകരമായ വംശീയത. എന്താ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പലസ്തീനികളെ കൊന്നൊടുക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ മനസ്സ് ഞങ്ങളാണ് അള്ളാന്റെ ആൾക്കാർ എന്നുള്ള വിചാരമാണ് അവർക്ക്. ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആളുകളെന്ന വിചാരമാണ്. തനി ശുദ്ധ വംശീയവാദത്തിൽ നിന്നാണ് ഈ ആക്രമണം നടക്കുന്നത്. ഇന്ത്യയിലെ സംഘപരിവാർ അവരുടെ നിലപാടെന്താ? ഞങ്ങളാണ് ഏറ്റവും വലിയ ആളുകൾ. അത് അവരുടെ ഹിന്ദു എന്ന ഘടനയിൽ പെട്ടാൽ പോലും അവരിൽ അധികൃത ജനവിഭാഗത്തിനെ അങ്ങേയറ്റം മോശമായിട്ടാണ് അവർ കാണുന്നത്. വംശീയതയുടെ, ദേശീയതയുടെ, അതേപോലെ തന്നെ ഭാഷയുടെ, വർണ്ണത്തിൻ്റെയൊക്കെ പേരിൽ ഇന്നും കടുത്ത വിവേചനങ്ങൾ ലോകത്ത് നടക്കും. 1400 വർഷം മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തോട് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. ഒരു പ്രത്യേകതയുമില്ല. ഈ പ്രവാചകനെടുത്ത ഉദാഹരണം വളരെ ഗംഭീരമാണ്. അറബികൾക്ക് അനറബികളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. തന്റെ മുന്നിൽ വെളുവെളുത്ത് നിൽക്കുന്ന അറബി സഹാബാക്കളെ വെച്ചുകൊണ്ട് റസൂല് തൊട്ടപ്പുറത്തൊക്കെ നിൽക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള കറുകറുത്ത സഹാബാക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു,
വെളുത്തവർക്ക് കറുത്തവരെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. മനുഷ്യ സമത്വത്തെ ഉദ്ഘോഷിച്ച ഏറ്റവും സുന്ദരമായ മഹത്തായ പ്രഖ്യാപനം നടന്നത് ഈ അറഫ ദിവസത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അറഫയുടെ സുദിനത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങളുടെ ഇലാഹി ഏകനാണ്, ആ ഇലാഹിനെ മാത്രമേ നിങ്ങൾ കീഴ്പ്പെടാൻ പാടുള്ളൂ, മറ്റൊരു ശക്തിയുടെ മുന്നിലും നിങ്ങൾ കീഴൊതുങ്ങാൻ പാടില്ല എന്നും കൃത്യമായി തന്നെ പഠിപ്പിച്ചു. പ്രവാചകൻ വീണ്ടും അവരോട് പറയുന്നുണ്ട്, സ്ത്രീകളോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം. സ്ത്രീകൾക്ക് നിങ്ങളോട് ബാധ്യതയുണ്ട്, നിങ്ങൾക്ക് സ്ത്രീകളോടും ബാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും ശക്തമായ നിലപാടിൽ സംസാരിച്ചത് അതിനുമുമ്പ് നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ടും ലോകത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളോട് നിങ്ങൾക്ക് ഹക്കുണ്ട്, അവകാശമുണ്ട്, അവരോട് ഏറ്റവും മാന്യമായി പെരുമാറണമെന്ന് പ്രവാചകൻ ആ പ്രഭാഷണത്തിൽ ചുരുക്കി പറഞ്ഞു. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗമായിട്ടും അദ്ദേഹം ഫിഖിന്റെ മസലയോ കുറേ ആരാധനാ കാര്യങ്ങളോ പറയുകയല്ല ചെയ്തത്. അങ്ങനെയാണല്ലോ, ഒരു റസൂലാണ്, റസൂലിൻ്റെ അവസാനത്തെ ഹജ്ജാണ്, ഹജ്ജിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണമാണ്, തൻ്റെ സമുദായത്തിന് ആത്മീയമായ കുറച്ച് ആരാധനാപരമായ കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിന് പകരം അതല്ല റസൂൽ ചെയ്തത്. അതവിടെ പഠിപ്പിച്ചതിന് ശേഷം റസൂൽ ചെയ്തത് ലോകത്തിൻ്റെ മുമ്പിൽ ഇസ്ലാമിൻ്റെ സാമൂഹിക ക്രമത്തിൻ്റെ ഉദാത്തമായ ഉന്നതമായ പ്രഖ്യാപനങ്ങൾ നടത്തുകയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് അറഫയിൽ വെച്ച് നമ്മളെ ഉപദേശിച്ചതാണ് നമ്മുടെ സ്ത്രീകളുടെ കാര്യം എന്ന് നമ്മൾ തിരിച്ചു മനസ്സിലാക്കണം. വവാശിറുഹുന്ന ബിൽ മഅ്റൂഫ്, അവരോട് ഏറ്റവും നന്നായി പെരുമാറണം. അവരുടെ അവകാശത്തെക്കുറിച്ച് നാളെ അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരും എന്ന ബോധം, അവർക്ക് വസ്ത്രം നൽകുകയും അവർക്ക് അവകാശം നൽകുകയും സ്വത്ത് നൽകുകയും വിവാഹമോചനാധികാരം നൽകുകയും ചെയ്തുകൊണ്ട് ചരിത്രത്തിൻ്റെ കാളുകളിൽ സ്ത്രീകളെ ഉയർത്തിയത് ഇസ്ലാമിൻ്റെ പ്രവാചകന്റെ പ്രഖ്യാപനമായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ തന്നെ ഉയർത്തിയെന്ന് മാത്രമല്ല, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ ഉയർത്തിയെന്ന് മാത്രമല്ല, പിന്നീട് ആ സ്ത്രീയെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവന്നു. പ്രവാചകന്റെ ഈ വാക്കിന് ഇന്നും പ്രസക്തിയുണ്ട്. ഇന്നും ലോകത്ത് നടക്കുന്നത് സ്ത്രീകളുടെ ചൂഷണങ്ങളാണ്. അവരിന്നും ഉപഭോഗ വസ്തുവാണ്, അവരിന്നും ലൈംഗികമായ വിൽപ്പന ചരക്കാണ്. അവരെ ഏറ്റവും മോശമായി താറടിക്കപ്പെടുന്ന അവസ്ഥയിൽ അന്ന് 1400 വർഷം മുമ്പ് ഇടവാങ്ങൽ പ്രഭാഷണത്തിൽ റസൂലുള്ള ഓർമ്മപ്പെടുത്തി, സ്ത്രീകളോടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ശരിക്കും നിർവഹിക്കണം എന്ന് പഠിപ്പിച്ചു. മറ്റൊന്ന് റസൂൽ അതേ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞു, പലിശയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. പലിശ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ഇതാ എല്ലാ തരം പലിശയെയും ഞാൻ ഇവിടെ നിരോധിക്കാൻ പോവുകയാണ്. എൻ്റെ മൂത്താപ്പ വലിയ പലിശ കച്ചവടക്കാരനാണ്. മൂത്താപ്പക്ക് പലിശ ഇനത്തിൽ ഒരുപാട് പൈസ കിട്ടാനുണ്ട്. മൂത്താപ്പയുടെ മുഴുവൻ പലിശയും ഞാൻ ഇവിടെ റദ്ദ് ചെയ്യുകയാണ്. ഇനി എൻ്റെ മൂത്താപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മുതൽ മാത്രമേ അവകാശമുള്ളൂ. ആ ദീർഘദൃഷ്ടിയോടുകൂടി പ്രവാചകൻ പറഞ്ഞു, പലിശ അത് നിഷിദ്ധമാണെന്ന് ഇതാ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് 100% ശരിയായി. ഇന്ന് ലോകത്തെ സാമ്പത്തികമായി തകർക്കുന്ന ഭീകരൻ പലിശയാണ്. കൂടുതൽ സമ്പന്നരെ സമ്പന്നരാക്കുന്നതും പാപങ്ങളെ കൂടുതൽ കൂടുതൽ പാപങ്ങളാക്കി മാറ്റുന്നതും പലിശയാണ്. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പലിശ പുജിക്കുന്നവൻ പൈശാചിക ബാധ ഏറ്റവനെ പോലെ അല്ലാതെ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ പലിശ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തിന്മയായി റസൂൽ പഠിപ്പിച്ചു. നിങ്ങൾ ലോകത്തിൻ്റെ സമ്പൽഘടനയെക്കുറിച്ച് പഠിച്ചു നോക്കിയാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും, ആ പലിശ അത്രയും മോശമായ ഒരു ഘടനയിലാണുള്ളത്. പക്ഷെ അന്നേ റസൂൽ പറഞ്ഞു, പലിശ നിരോധിച്ചു എന്ന് മാത്രമല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പലിശ അടക്കം മുഴുവൻ റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറഫ ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പലിശക്കെതിരെ ശക്തമായ നിലപാടിൽ സംസാരിച്ചു. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് വിടവാങ്ങാൻ ഒരു പക്ഷേ പോവുകയാണ്. ഞാൻ വിടവാങ്ങുമ്പോൾ 2 കാര്യം നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടാണ് പോകുന്നത്. തറക്തു ഫീക്കും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. ഒന്ന് അല്ലാഹുവിൻ്റെ കിതാബ്, മറ്റൊന്ന് പ്രവാചകന്റെ ചര്യ. ഇതിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചു പോകില്ല. നമ്മൾ ഈ ദിവസം ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. അള്ളാഹുവിൻ്റെ കിതാബിനെ മുറുകെ പിടിക്കാൻ അള്ളാഹിൻ്റെ റസൂൽ നമ്മൾ ഉപദേശിച്ചതാണ്.
ആ ഖുർആനിനെ അള്ളാഹ് സംരക്ഷിക്കും. ആ റസൂലിൻ്റെ ചര്യ അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ മൂലപ്രമാണങ്ങളായി അതിനെ നമ്മൾ സ്വീകരിക്കണം. നമ്മളതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. ഞാൻ പറയുന്നു, അറഫയുടെ ഈ പുണ്യ ദിവസത്തിൽ, ഈ പുണ്യ സമയത്ത് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ നമ്മൾ തീരുമാനിക്കണം. ഖുർആനിൻ്റെ ആശയം ഗ്രഹിക്കാൻ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നത്തിൻ്റെയും മാർഗരേഖ, അതിൻ്റെ മാനദണ്ഡം ഖുർആനും ഹദീസുമായിരിക്കണം. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം വിശുദ്ധ ഖുർആനായിരിക്കണം. വേറെ ഒരു നാട്ടാചാരമോ വീട്ടാചാരമോ സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൻ്റെ വഴി കാണിച്ചു തരേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബും ഖുർആനും സുന്നത്തുമായിരിക്കണം. ഒരു വിഷയത്തിൽ ഖുർആൻ എന്ത് പറഞ്ഞു എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് നമുക്ക് മാറാൻ കൃത്യമായി സാധിക്കണം. അതോടൊപ്പം തന്നെ ഹജ്ജത്തുൽ വിദായിൽ നടന്ന മറ്റൊരു വലിയ സംഗതി, അല്ലാഹുവിൻ്റെ റസൂൽ സഹാബാക്കളോട് ചോദിച്ചു. 1 ലക്ഷം വരുന്ന അനുചരന്മാരെന്ന് ഹജ്ജിലെത്തിയിട്ടുണ്ട്. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഹലാൽ ബല്ലഗ്തു, ഇസ്ലാമിൻ്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? സഹാബാക്കൾ ഏകസ്വരത്തിൽ പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ എത്തിച്ചു തന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലായികത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന അറഫയിൽ വെച്ച് 1 ലക്ഷം സഹാബാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. ഈ നിൽക്കുന്ന മനുഷ്യരെല്ലാവരും ഒന്നിച്ചു പറയുന്നു, ഞാൻ എൻ്റെ സന്ദേശം, അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു എന്ന് അവർ സാക്ഷിയായി, അവർ സമ്മതിച്ചിരിക്കുന്നു. പിന്നെയാണ് ആ വിശ്വാസികളെ കിടിലം കൊള്ളിച്ചുകൊണ്ടൊരു വർത്തമാനം റസൂൽ പറഞ്ഞത്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്ത ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. നല്ല മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അറഫയിൽ വെച്ചാണ് അവസാനത്തെ റസൂലിന്റെ അറഫ ഇതിൽ വെച്ച് റസൂൽ സഹാബാക്കളോട് പറയാണ്, ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്ത ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. നമ്മളെ പോലെ അറഫയിൽ റസൂൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പോലും കേൾക്കാതെ അറഫ നോമ്പിൻ്റെ ദിവസത്തിൻ്റെ തർക്കവും പറഞ്ഞ് ഇങ്ങനെ നോമ്പ് നോറ്റ് അവസാനിപ്പിക്കുന്ന അറഫല്ലായിരുന്നു അവരുടെ. ആ സഹാബാക്കളിൽ ബഹുഭൂരിപക്ഷവും അവരപ്പം നിൽക്കുന്നത് പരിശുദ്ധ ഹറമിന് പുറത്താ, അറഫയിലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്തിനാണ് അറഫയെ ഹറമിന് പുറത്താക്കിയത്? നിങ്ങൾ ഹറമിൽ ചടഞ്ഞിരുന്നാൽ പോരാ, ഹറമിന് പുറത്തേക്ക് അറഫയിലെത്തണം, അവിടെ വെച്ച് നിങ്ങളെ ചില പണികൾ ഏൽപ്പിക്കാനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറഫയെ ഹറമിന് പുറത്തേക്കാക്കിയത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അവരോട് റസൂൽ പറയാണ്, നിങ്ങളിവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്ത ആളുകൾക്ക് ഈ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കണം. നമ്മളാർക്കും വിശ്വസിക്കാൻ കഴിയില്ല, സഹാബാക്കളിൽ ബഹുഭൂരിപക്ഷവും ലോകത്തിൻ്റെ വിവിധ നാടുകളിലേക്ക് പോയി. ചരിത്രകാരന്മാർ അതിനെ വർണ്ണിച്ചത് അവരുടെ കുതിരകൾ എങ്ങോട്ട് തിരിഞ്ഞോ അങ്ങോട്ട് പോയി എന്നാണ്. ഈ സഹാബാക്കളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഖബർ മക്കയിലോ മദീനത്തോ അല്ല. ഒരു വഖത്ത് നിസ്കരിച്ചാൽ 1 ലക്ഷം നമസ്കാരത്തിൻ്റെ കൂലി കിട്ടുന്ന മസ്ജിദുൽ ഹറമിലോ 10,000 കൂലി കിട്ടുന്ന മസ്ജിദുൽ നബവിയിലോ അല്ല. അവരുടെ ഖബറുകളിൽ അധികവും കണ്ണൂരും കൊടുങ്ങല്ലൂരും ഇന്ത്യയിലും പാകിസ്ഥാനിലും ലോകത്തിൻ്റെ പല ഭാഗത്തുമാണ് സഹാബാക്കളുടെ ബഹുഭൂരിപക്ഷം ഖബറുകളും. അന്നത്തെ യാത്രാ സൗകര്യം കുറഞ്ഞ സംവിധാനത്തിൽ അവർ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി ലോകത്തിൻ്റെ മുക്കുമൂലകളിലേക്ക് പോയി. കേരളത്തിലും അവരെത്തി. ഈ അടുത്ത് ഞാൻ വായിച്ചത് കണ്ണൂരിൽ പോലും 200 സഹാബാക്കളുടെ ഖബറുകളുണ്ട് എന്നാണ്. അങ്ങനെ വന്നതുകൊണ്ട് നമ്മുടെ കാരണവന്മാർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം ലഭിച്ചു. അതുകൊണ്ട് നമ്മൾ മുസ്ലിമായി. നമ്മുടെ കയ്യിൽ ഇസ്ലാം എത്തിയപ്പോൾ നമ്മളതിനെ കെട്ടിപ്പൂട്ടി വെച്ചു. നമ്മൾ ഈ സന്ദേശം ആർക്കെങ്കിലും എത്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധമായ ഒരു ദിവസം, പരിശുദ്ധമായ സ്ഥലത്തെ, പരിശുദ്ധമായ ഒരു കർമ്മത്തിനിടയ്ക്ക് തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇസ്ലാമിക സമൂഹത്തെ ഏൽപ്പിച്ച ഇസ്ലാമിക ദൗത്യത്തിൻ്റെ സന്ദേശ പ്രചരണം, ദഅവത്ത് നമ്മൾ ആര് നിർവഹിക്കുന്നു?
ഏതെങ്കിലും മൗലവിമാരെയോ മുസ്ലിയാക്കന്മാരെയോ അല്ല ഏൽപ്പിച്ചത്. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഈ സന്ദേശം ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിക്കണം. ഇത് നമ്മുടെയും ബാധ്യതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അറഫ പ്രസക്തമാകുന്നത് ഏതോ ചില ചടങ്ങുകളിൽ മാത്രമല്ല. ഹജ്ജ് നിർവഹിക്കുന്ന ഹാജിയെ ഹറമിന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആ ഏൽപ്പിക്കപ്പെട്ടതിൽ ലോകം നിലനിൽക്കേണ്ടത് ഈ മനുഷ്യാവകാശങ്ങളിലായിരിക്കണം. പലിശയില്ലാത്ത, സ്ത്രീകളെ ആദരിക്കുന്ന, മനുഷ്യ സമത്വം വിളയുന്ന, അള്ളാഹുവിനെ മാത്രം തലകുനിക്കുന്ന, നീതി നടപ്പാക്കുന്ന, അമാനത്തുകൾ നടപ്പാക്കുന്ന. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് അതാണ്, അമാനത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണം. ആ അമാനത്തുകളെ കുറിച്ച് നാളെ ചോദിക്കും. ലാ അമാനത്ത ഇല്ല, ലാ ഈമാന ഇല്ല, ഈമാനില്ല, അമാനത്തില്ലാത്ത ആളുകൾക്ക് ഈമാനേ ഇല്ല. അമാനത്തുകൾ, നമ്മളെ അല്ലാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അങ്ങനെ നിർവഹിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അറഫ അറഫയായി മാറുന്നത്. ഈ തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു തആല സ്വീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ അടിമകൾ അവർ മഴത്തുള്ളിയോളം പാപങ്ങളുമായി വന്നാലും, അവർ കടലിലെ നിരകളോളം പാപങ്ങളുമായി വന്നാലും, അവരൊരു മലയിലെ ചരലുകളോളം പാപമായി വന്നാലും അറഫയിൽ അവരുടെ പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കും. കാരണം അറഫ എന്ന് പറയുന്നത് പുതിയൊരു ലോകത്തെ സൃഷ്ടിച്ച ഒരു ഇടമാണ്. മനുഷ്യരാരാണെന്ന് തിരിച്ചറിഞ്ഞ തിരിച്ചറിവിൻ്റെ ഇടമാണ് അറഫ. അതുകൊണ്ടാണ് അന്ന് ആ 1,00,000 ആളുകളിൽ നിന്ന് 200 കോടിയോളം മുസ്ലിമീങ്ങളായിട്ട് ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗതയിൽ വളരുന്ന ദർശനമായി ഇസ്ലാം നിൽക്കുന്നത്, അന്ന് ആ പ്രവാചകൻ പറഞ്ഞത് മുഴുവൻ പ്രസക്തമാകുന്നത് അറഫയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് പ്രവാചകൻ്റെ ആ വാക്കുകളെ നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. നമ്മൾ മനുഷ്യരെ സമന്മാരായി കാണാൻ കഴിയണം. ആ സന്ദേശം ലോകത്തോട് ഇനിയും വിളിച്ചു പറയണം. സമത്വത്തിൻ്റെ വർത്താനം പറഞ്ഞ ആളുകളെ മുഴുവൻ, അടിച്ചമർത്തപ്പെട്ട ആളുകൾ എന്തെങ്കിലും സമത്വത്തിൻ്റെ വർത്താനം പറഞ്ഞാൽ അതിന്ന് സവർണരക്കായ ആളുകൾ അത് ഇസ്ലാമിൻ്റെ വർത്തമാനമായിട്ടാണ് പറയുന്നത്. ബേഡൻ എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ തൻ്റെ ജാതീയതയുടെ പ്രയാസങ്ങളെക്കുറിച്ച് പാട്ടുപാടിയപ്പോൾ അതിൻ്റെ പിന്നിൽ ഇസ്ലാമിസ്റ്റുകളാണെന്നാണ് പലരും ആരോപിക്കുന്നത്. കാരണം അവർക്കറിയാം മനുഷ്യ സമത്വത്തെക്കുറിച്ച് ലോകത്തുനിന്ന് പറയുന്ന ദർശനം അത് ഇസ്ലാമാണ്. അത് നാസിസത്തിലില്ല, അത് ജൂദായിസത്തിലില്ല, അത് സവർണവർഗീയതയിലില്ല. സമത്വത്തിന്റെ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് പറയുന്ന ഒരു ദർശനമുണ്ടെങ്കിൽ അത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറഫയിൽ വെച്ച് ഇസ്ലാമിന്റെ പ്രവാചകൻ മുസ്ലിങ്ങളെ ഏൽപ്പിച്ച ആ സന്ദേശം ഉൾക്കൊണ്ട മുസ്ലിങ്ങളുടെ പക്കലാണ് സമത്വമുള്ളത് എന്ന് ലോകത്തിനറിയാം. അമാനത്തുകളെ കുറിച്ച് ചിന്തിക്കുന്നത് അവരാണെന്നറിയാം. പലിശക്കെതിരെ ഇന്ന് ലോകത്ത് പലിശ എന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ നാശകാരിയായ സാമ്പത്തിക കൃത്രിമത്വത്തിനെതിരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു ദർശനം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ ആ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത്. സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ കിട്ടാത്തതാണ് ഇസ്ലാമിൻ്റെ പേരിലുള്ള ആരോപണം. അവരുടെ നഗ്നത ഞങ്ങൾക്ക് ആസ്വദിക്കണം, അവരാറാടി കളിക്കണം, അതിനനുവദിക്കുന്നില്ല ഇസ്ലാം എന്നതാണ് ഇസ്ലാമിൻ്റെ പേരിലുള്ള പേര്. സ്ത്രീകളെ സംരക്ഷിക്കുന്ന ദർശനം ഇസ്ലാമാണ് എന്ന ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ദിവസത്തിൽ ഞാനും നിങ്ങളും ചില തീരുമാനങ്ങളിൽ എത്തണം. പ്രവാചകൻ്റെ ഈ സന്ദേശം നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയണം. നമ്മളിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ വലിയ കുറ്റക്കാരാകും. നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാനും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും, നോമ്പിൻ്റെ കാര്യത്തിലും രക്ഷപ്പെടും, അതേപോലെ എല്ലാ കാര്യത്തിലും ആരാധനകളിലൊക്കെ ഒരു പക്ഷെ രക്ഷപ്പെട്ടെന്ന് വന്നേക്കാം. പക്ഷെ അള്ളാഹ് അതിലുപരിയായ പല ചോദ്യങ്ങളും ചോദിക്കൂലേ? ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചോ? ഇതടച്ചു വെച്ചോ? കെട്ടിപ്പൂട്ടി വെച്ചോ? നിങ്ങൾ അതൊന്നും ചെയ്യാതെ കേവലം നിസ്കരിക്കുന്ന ആളെ കുറിച്ച് നമ്മൾ എന്തു പറയും? ഒരു വലിയ കുഴി, ആ കുഴിയിൽ മുഴുവൻ തീ, ആ തീയിലേക്ക് ഇങ്ങനെ ആളുകൾ അറിയാതെ വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ അടുത്തുണ്ട്, നമുക്കറിയാം അവിടെ കുഴിയുണ്ട്, തീയുണ്ട്, വീഴുന്നുണ്ട് എന്നറിയാം. ഈ ആളുകൾ ഇങ്ങനെ അറിയാതെ ആ കുഴിയിൽ വീഴുമ്പോൾ നമ്മൾ ആളുകളെ തടയാതെ അതിൻ്റെ അടുത്തിരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരക്കാരനെ കുറിച്ച് നിങ്ങൾ എന്തു പറയും? അയാൾ അവിടെ നിന്ന് കേവലം നിസ്കരിച്ച് തീർക്കല്ലല്ലേ ചെയ്യേണ്ടത്. അയാൾ അവിടെ നിന്ന് അട്ടാറിക്കണ്ടേ, ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ വലിയ കുഴിയാണ്, ഇവിടെ തീയാണ്, നിങ്ങൾ അപകടത്തിൽപ്പെടും എന്ന് പറയുന്നതിന് പകരം
അത് പറയാതെ ആളുകളെ തീയിലേക്ക് വീഴാൻ വിട്ടിട്ട് അപ്പുറത്തിരുന്ന് സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന ഒരു നമസ്കാരക്കാരനെ കുറിച്ച് എന്തു പറയും? നമ്മൾ ചെയ്യുന്നത് അതല്ലേ? അറഫയിൽ നിന്നൊരു സന്ദേശവും സ്വീകരിക്കാതെ സുന്നത്ത് നോമ്പിൽ ഒതുക്കിക്കളഞ്ഞില്ലേ നമ്മൾ? അറഫയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പ് നോക്കുന്നവനാണ് പാപമോചനം. അറഫയിൽ പ്രവാചകൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നോമ്പ് നോക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ മഹത്തായ പാപമോചനം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിൻ്റെ മർമ്മങ്ങളെ മുഴുവൻ നശിപ്പിച്ച് അതിൻ്റെ പുറംപോടുകളെ മാത്രം സ്വീകരിക്കുന്ന ആത്മാവില്ലാത്ത നോമ്പും ആത്മാവില്ലാത്ത നിസ്കാരവും ആത്മാവില്ലാത്ത അറഫയും ആത്മാവില്ലാത്ത ഹജ്ജും അതല്ല നമ്മൾ നിർവഹിക്കേണ്ടത്. ആത്മാവുള്ള അറഫ നമുക്ക് വരണം. തിരിച്ചറിവുകൾ ഉണ്ടാകണം. ഇസ്ലാമിനെ കുറിച്ച തിരിച്ചറിവ്, അള്ളാഹിനെ കുറിച്ച തിരിച്ചറിവ്, ദീനിനെ കുറിച്ച തിരിച്ചറിവ് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അവിടെയാണ് അറഫ പ്രസക്തമാകുന്നത്. അതാണ് ലോകത്ത് ഇന്നും ഒരു അത്ഭുതകരമായി ഹജ്ജ് മാറുന്നത്. ആ ഹജ്ജ്, അതിനു വേണ്ടിയാണ് ഇസ്ലാം ഇത്രയും വലിയൊരു സംവിധാനം ഒരുക്കിയത്. അതുകൊണ്ടാണല്ലോ മുഴുവൻ ആളുകളെയും ഒന്നിച്ച് ഹജ്ജ് ചെയ്യിപ്പിച്ചത്. 20 ലക്ഷം 40 ലക്ഷം കൂടുന്നുണ്ടെങ്കിൽ ആ 40 ലക്ഷത്തെയും ഒരുമിച്ച് അറഫയിൽ, ഒരുമിച്ച് മുസ്തലിഫയിൽ, ഒരുമിച്ച് മിനായിൽ, ഒരുമിച്ച് ജംറയിൽ ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് വെളുത്തവനെയും കറുത്തവനെയും ആഫ്രിക്കക്കാരനെയും യൂറോപ്യൻകാരനെയും ചൈനക്കാരെയും ഒക്കെ ഒരുമിച്ചിരുത്തി ഒന്നിച്ച് ഹജ്ജ് ചെയ്യുന്ന അത്ഭുതകരമായൊരു കർമ്മത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയുടെ തിരിച്ചറിവിൽ ഉൾപ്പെട്ടുകൊണ്ട് അവൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന, പാപമോചനം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കൗലിയാ അസ്തഗ്ഫിറുല്ലാഹി വലക്കും.